ഇന്ന് ഏതൊരു വാഹനവും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ADAS എന്നുള്ളത്. ആ ADAS എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് അവരാണ് ADASനെ ഡിഫൈൻ ചെയ്യുന്നത്. 0 to 5 ആണ് ADASന്റെ ലെവൽസ് വരുന്നത്. 0 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇവിടെ എല്ലാം കാണുന്ന നോർമൽ എല്ലാ കാറുകളും ADAS ലെവൽ 0ലാണ് അവർ റേറ്റ് ചെയ്തിരിക്കുന്നത്. ലെവൽ 1 എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഡ്രൈവർ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്രൈവർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈൻ കൂടെ പോകുന്ന സമയത്ത് ആ ലൈനിൽ നിന്ന് മാറുമ്പോൾ നിങ്ങൾ ആ ലൈനിൽ നിന്ന് മാറുകയാണ്, ഇങ്ങനെയുള്ള വാർണിംഗും എല്ലാം തരുന്ന ആ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ലെവലാണ് ലെവൽ 1 എന്ന് പറയുന്നത്. ഓട്ടോണോമസ് ലെവൽ 2 ADASന്റെ ലെവൽ 2 എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർഷ്യൽ ഓട്ടോമേഷനാണ് വരുന്നത്. പാർഷ്യൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ലെവൽ 1-നകത്ത് ഡ്രൈവർക്ക് അസിസ്റ്റൻസ് ആണ് തരുന്നത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന അസിസ്റ്റൻസ് ആണ് തരുന്നതെങ്കിൽ ലെവൽ 2 വരുന്ന സമയത്ത് അത് ഡ്രൈവർക്ക് ഒരു പാർഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് കൂടി തരും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിലൊരു ഫീച്ചറാണ് ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ലെയിൻ കീപ്പ് ചെയ്തിട്ട് ഒരു ഹൈവേയിൽ നമ്മൾ ലെയിൻ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇൻ കേസ് നമ്മൾ ആ ലൈനിൽ നിന്നും അബദ്ധത്തിൽ മാറി ആ ലൈൻ മാറി പുറത്തേക്ക് പോവുകയാണെങ്കിൽ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് അതിൽ ഒരു റഡാർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇമേജ് പ്രോസസ്സിംഗ് ക്യാമറ ഉണ്ടായിരിക്കും. ഇതിൻ്റെ സഹായത്തോടു കൂടി തിരിച്ച് ലൈനിലേക്ക് തന്നെ കൊണ്ടുവന്ന് വെഹിക്കിളിനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു പാത തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഇങ്ങനൊരു ഫീച്ചറൊക്കെയാണ് നോർമലി ADAS ലെവൽ 2 വരുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, സ്പീഡ് അസിസ്റ്റൻസ് സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എമർജൻസി പെഡസ്ട്രിയൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് അബദ്ധത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൊളീഷനിലോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വെഹിക്കിൾ സ്വയം സന്നദ്ധമാവുന്ന ആ ഒരു പ്രവൃത്തിയാണ് ലെവൽ 2-ൽ കൂടുതലായിട്ടും വരുന്നത്. ഇന്ത്യയിൽ വരുന്ന കാറുകളിൽ നോർമലി എല്ലാ കാറുകളും വരുന്നത് ഒന്നില്ലെങ്കിൽ ഓട്ടോണോമസ് ലെവൽ 1, അതായത് ADAS ലെവൽ 1-ലും 2-ലുമാണ് വരുന്നത്. ഇനിയുള്ള അടുത്ത 3 ലെവലുകൾ ലെവൽ 3, 4 ആൻഡ് 5 അത് വളരെ കുറവാണ് ഇന്ത്യയിൽ വരുന്നത്. ഇപ്പം അടുത്ത ലെവൽ 3 എന്ന് പറയുന്ന സമയത്ത് അത് ഒരു കണ്ടീഷണൽ ഓട്ടോമേഷനാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ചൂസ് ചെയ്തിരിക്കുകയാണ്, ഒരു സ്ഥലം ഞാൻ ചൂസ് ചെയ്തിരിക്കുകയാണ്, ഞാൻ വെഹിക്കിൾ ഉണ്ടെങ്കിലും ആ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ഥലത്തേക്ക് സെൻസ് ചെയ്തിട്ട് നമ്മുടെ മാപ്പിൻ്റെ എല്ലാം സഹായത്തോടു കൂടി ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ലെവൽ 3-ൽ ചെയ്യുന്നത്. ലെവൽ 4 നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ടെസ്ല പോലത്തെ കാറുകളിലേക്കെല്ലാം ലെവൽ 4 വരുന്നുണ്ട്. നമ്മളിപ്പം വാഹനത്തിൽ ഉണ്ടായാൽ മതി, നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ ഏതാണെന്ന് വാഹനം തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്ത് പോകും. നമുക്ക് വേണമെങ്കിൽ ഡ്രൈവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങാം, ബുക്ക് വായിക്കാം, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ലെവൽ 4-ൽ വരുന്നത്. ഇനി ലെവൽ 5 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ഗൂഗിളും അതുപോലെ തന്നെ ആപ്പിളും എല്ലാം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈവർലെസ് കാർസ്, അത് പല സ്ഥലങ്ങളിലും പരീക്ഷണാർത്ഥം ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകളാണ് ലെവൽ 5-ൽ വരുന്നത്. നമ്മളും അത്തരത്തിലൊരു കാറിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യയിൽ. അപ്പോൾ ലെവൽ 0 തൊട്ട് ലെവൽ 5 വരെയാണ് ഇന്ന് ഓട്ടോമേഷൻ ആയിട്ടുള്ള കാറുകൾ, ADASന്റെ കാറുകളുള്ളത്. ലെവൽ 1-ഉം 2-ഉം നമുക്കിവിടെ ഒരുപാട് കാറുകൾ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഓട്ടോണോമസ് ലെവൽസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതല്ലേ, നോർമലി ഒരു ക്യാമറയും റഡാറും അതുപോലെ തന്നെ സെൻസേഴ്സും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു ഓട്ടോണോമസ് ലെവൽസ് എന്ന് പറയുന്ന AI-യുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിൽ ഒരു ഇമേജ് പ്രോസസ്സിംഗ് ക്യാമറ ഉണ്ടായിരിക്കും, റഡാർ ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ചില കാറുകളിലൊക്കെ നമ്മുടെ റിവേഴ്സ് സെൻസേഴ്സൊക്കെ ഈ ADASനെ സപ്പോർട്ട് ചെയ്യുന്ന സെൻസറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ MG ആസ്ട്ര പോലെയുള്ള വെഹിക്കിൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് എല്ലാ കൺട്രോൾസും വരുന്നത്. അതിൽ വരുന്ന ലെയിൻ കീപ്പ് അസിസ്റ്റ് ആയാലും സ്പീഡ് വാർണിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ആയാലും എല്ലാം ഡ്രൈവറുടെ ഇഷ്ടത്തിന് നമുക്ക് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. പക്ഷേ ഇപ്പോഴും പല ഇന്ത്യൻ റോഡുകളിൽ, എക്സ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയായിരിക്കും ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാ കാറുകളിലും ADAS ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സിഡൻറ്റ് റേറ്റ്സും കാര്യങ്ങളെല്ലാം വളരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്.
കാരണം ഫ്രണ്ട് എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത്, ഫ്രണ്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യണം എന്നില്ല, അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ബ്രേക്ക് ചെയ്യാൻ മറന്നെങ്കിൽ വെഹിക്കിൾ തന്നെ അതിനെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്ത് നമ്മളെ ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് അഡാസ് കൊണ്ട് പല ആക്സിഡൻറ്റ്സ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ അഡാസ് എന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ എല്ലാ വെഹിക്കിൾസിലും മാൻഡേറ്ററി ആവാൻ വരെ ചാൻസ് കൂടുതലാണ് വരുന്നത്. ഈ അഡാസ് ഉള്ള വാഹനം എങ്ങനെയാണ് റിയൽ വേൾഡിൽ പെർഫോം ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ കാണാനായി EVM ഓട്ടോമോട്ടീവ് എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.